ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ ഈ കോൺസെപ്റ്റുകൾ എല്ലാവരും ഒരു വൃത്തിയുള്ള പേജിലോട്ട് എഴുതിയെടുക്കുക. ഒന്നാമത്തെ കാര്യം, ചോദ്യം ക്വസ്റ്റ്യനകത്ത് പറയും, തൊട്ടടുത്തുള്ള രണ്ട് എണ്ണൽ സംഖ്യകൾ, ടു കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നിങ്ങൾ എടുക്കണം, ഒരാളെ എക്സ് ആയിട്ട് എടുക്കണം, ഒരാളെ x+1 ആയിട്ട് എടുക്കണം. ഇനി ക്വസ്റ്റ്യനകത്ത് പറയാം, തൊട്ടടുത്തുള്ള രണ്ട് ഒറ്റ സംഖ്യകൾ എന്ന് പറയാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള രണ്ട് ഇരട്ട സംഖ്യകൾ, ടു കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ടു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയാം. ഈ രണ്ട് ചോദിച്ചാലും ഒരാളെ എക്സ് ആയിട്ട് എടുക്കാം, ഒരാളെ x+2 ആയിട്ട് എടുക്കാം. ഇനി തൊട്ടടുത്തുള്ള 4ന്റെ രണ്ട് ഗുണിതങ്ങൾ, ടു കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 4 എന്ന് പറയും. ടു കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ x+4. ഇനി 4ന് പകരം വേറെ വല്ല നമ്പർ, ഒരു ഉദാഹരണത്തിന് ടു കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾ ഓഫ് 5, തൊട്ടടുത്തുള്ള 5ന്റെ രണ്ട് ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാളെ x+5 ആയിട്ട് എടുക്കുക. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഒരു ചതുരത്തിന്റെ നീളം ലെങ്ത് എല്ലും വീതി ബ്രെഡ്ത്ത് ബിയും ആണെങ്കിൽ നീളം പ്ലസ് വീതി ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ചുറ്റളവിന്റെ പകുതി ട്ടോ. ചുറ്റളവിന്റെ പകുതി നീളം, ഇത് മറന്നു, ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോരുത്. നീളം പ്ലസ് വീതി, ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ പെരിമീറ്ററിന്റെ പകുതി അഥവാ ചുറ്റളവിന്റെ പകുതി. അതുപോലെ നീളം ഇൻറ്റു വീതി, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏരിയ അഥവാ പരപ്പളവാണ്. അതുപോലെ ഒരു സമചതുരത്തിന്റെ പരപ്പളവ് കാണാൻ എല്ലാവർക്കും അറിയണം, നിർബന്ധമാണ്. ഒരു സമചതുരത്തിന്റെ പരപ്പളവ്, ഒരു വശം a ആണെങ്കിൽ സമചതുരത്തിന്റെ പരപ്പളവ് വശം ഇൻറ്റു വശം അഥവാ a². ക്ലിയർ? ഒരു സമചതുരത്തിന്റെ ഒരു വശം a ആണെങ്കിൽ അതിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? a ഇൻറ്റു a². പിന്നെ മട്ടത്രികോണം എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എന്താണ് മക്കളെ? കർണ സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ അഥവാ ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇനി നേരെ നമുക്ക് വർഗത്തികവ് മെത്തേഡിൽ എങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്യാൻ നോക്കാം. വർഗത്തികവ് മെത്തേഡിൽ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. എന്താണ് ആ രണ്ട് കണ്ടീഷൻ? ഒന്ന്, x² കോയിഫിഷ്യന്റ് അഥവാ ഗുണോത്തരം 1 ആകണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? എക്സിന്റെ ഗുണോത്തരം, എക്സിന്റെ കോയിഫിഷ്യന്റ് ഒരു ഇരട്ട സംഖ്യ ആവണം. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിൽ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക? ഇതിൽ നിന്നും എങ്ങനെയാണ് എക്സ് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, മറന്നു പോകരുത്. x² ഗുണോത്തരം എത്രയാവണം? 1 ആകണം. എക്സിന്റെ ഗുണോത്തരം ഒരു ഇരട്ട സംഖ്യ ആവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? x² പ്ലസ് 4x പ്ലസ് ഒരു ഗ്യാപ്പ് ഇവിടെ ഇടുക, എന്നിട്ട് ഈക്വൽ ടു 21 പ്ലസ്. എന്നിട്ട് നമ്മൾ ഈ പ്ലസ് എന്നുള്ളിടത്ത് രണ്ട് നമ്പർ നമ്മളിവിടെ ആഡ് ചെയ്യണം. അതാണ് കംപ്ലീറ്റിംഗ് സ്ക്വയർ, വർഗത്തികവ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യണം. എന്താ കംപ്ലീറ്റ് ചെയ്യേണ്ടത്? ഈ എക്സിന്റെ ഗുണോത്തരം ഉണ്ടല്ലോ, എക്സിന്റെ ഗുണോത്തരത്തിന്റെ പകുതി, കാരണം എക്സിന്റെ കോയിഫിഷ്യന്റ് ഒരു ഇരട്ട സംഖ്യ ആവണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഇരട്ട സംഖ്യയുടെ പകുതി, 4ന്റെ പകുതി 2, 2ന്റെ സ്ക്വയർ ഇവിടെ രണ്ട് സ്ഥലത്തും നിങ്ങളെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് x² നിന്നും എക്സിനെ താഴോട്ട് എഴുതുക, 2² നിന്നും 2നെ താഴോട്ട് എഴുതുക. എന്നിട്ട് x² കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ചിഹ്നം അത് പ്ലസ് ആണെങ്കിൽ പ്ലസ് ആണ് ഇവിടെ എഴുതേണ്ടത്, മൈനസ് ആണെങ്കിൽ മൈനസ് എഴുതുക. ഓക്കെ, x² പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ചെയ്താൽ, x² കഴിഞ്ഞിട്ട് മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ചെയ്താൽ. അപ്പൊ x² നിന്നും x താഴോട്ട് ചെയ്താൽ, 2² നിന്നും 2നെ താഴോട്ട് ചെയ്താൽ, ഇൻ ബിറ്റ്വീൻ ഇതിന്റെ ഇടയിൽ ഇവിടെ കിടക്കുന്ന x² കഴിഞ്ഞിട്ടുള്ള ചിഹ്നം പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ് ചെയ്താൽ. എന്നിട്ട് അതിന്റെ ഹോൾ സ്ക്വയർ, ഇവിടെ 21ന്റെ കൂടെ 2ന്റെ സ്ക്വയർ 4 കൂട്ടിയാൽ 25 എന്ന് കിട്ടും. ഇപ്പൊ എന്ത് കിട്ടി? x+2 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25 കിട്ടി. അങ്ങനെയാണെങ്കിൽ x+2 എന്തായിരിക്കും മക്കളെ? x+2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ കളയാൻ റൂട്ട് എടുക്കണം, റൂട്ട് 25. അപ്പൊ എന്ത് കിട്ടും? x+2 ഈക്വൽ ടു എന്താ മക്കളെ? റൂട്ട് 25. രണ്ട് ആൻസർ ഉണ്ട് അല്ലേ? ഒന്നില്ലെങ്കിൽ +5 അല്ലെങ്കിൽ -5. ഇതിനെ നമുക്ക് രണ്ട് ഭാഗമായിട്ട് എഴുതാം. ഒന്ന് x+2 ഈക്വൽ ടു 5 എന്ന് എഴുതാം, രണ്ടാമത്തത് x+2 ഈക്വൽ ടു -5 എന്ന് എഴുതാം. x+2 5 ആണെങ്കിൽ x കിട്ടാൻ ഈ +2 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആകും. അപ്പൊ 5ൽ നിന്ന് 2 പോയാൽ എക്സിന്റെ വാല്യൂ 3 എന്ന് കിട്ടും. ഇവിടെയാണെങ്കിലോ x ഈക്വൽ ടു, ഇവിടെ -5 ഉണ്ട്, +2 അങ്ങോട്ട് പോയാൽ -2, രണ്ടാളും മൈനസ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം?
ചെയ്യണം? ആ മൈനസ് ചിഹ്നം അതുപോലെ എഴുതിയിട്ട് ഈ നമ്പറുകൾ തമ്മിൽ കൂട്ടുക. അപ്പൊ 5 + 2 7 എന്ന് കിട്ടും. ഇങ്ങനെയാണ് വർഗ്ഗ തികവിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ഇനി നേരെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും വായിച്ചേ. ഞാൻ ഇംഗ്ലീഷ് മീഡിയംകാർക്കുള്ള ക്വസ്റ്റ്യൻ മുകളിൽ എഴുതിയിട്ടുണ്ട്, മലയാളം മീഡിയംകാർക്കുള്ള ക്വസ്റ്റ്യൻ അതിന്റെ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ മക്കളെ. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു സ്ക്വയറിന്റെ ഓരോ വശവും 2 മീറ്റർ വെച്ച് കുറച്ചു അല്ലെ. ഒരു സമചതുരത്തിന്റെ ഓരോ വശവും 2 മീറ്റർ വെച്ച് കുറച്ചപ്പോൾ അതിന്റെ ഏരിയ അഥവാ പരപ്പളവ് 49 മീറ്റർ സ്ക്വയർ ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന വലിയ സമചതുരത്തിന്റെ ഒരു വശം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഈ ഡയഗ്രം നോക്കി. നമ്മളെ കയ്യിൽ ആദ്യം ഒരു സമചതുരം ഉണ്ടായിരുന്നു. സമചതുരാണ്, ഫിഗർ നോക്കണ്ട, വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഒന്ന് വരച്ചുതരാം. നോക്കിക്കോ, നമ്മളെ കയ്യിൽ ഒരു സമചതുരം ഉണ്ടായിരുന്നു. ആ സമചതുരത്തിന്റെ ഒരു വശം എക്സ്, അപ്പൊ 4 വശവും എന്താണ്? എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ ആണ് അല്ലേ. ഇനി ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ളത് ഈ സമചതുരത്തിന്റെ ഓരോ വശവും നിങ്ങൾ 2 മീറ്റർ വെച്ച് കുറച്ചു. അപ്പൊ ഇത് x - 2, ഇത് x - 2, ഇത് x - 2, 4 വശവും x - 2 ആയിട്ട് കുറയും അല്ലെ. ആദ്യത്തേത് x ആയിരുന്നു, എല്ലാ വശത്തിൽ നിന്നും 2 മീറ്റർ കുറക്കാൻ പറഞ്ഞു ആണല്ലോ. അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണെങ്കിൽ എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. ഒരു സമചതുരത്തിന്റെ പരപ്പളവ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ വശം ഇൻറ്റു വശം അഥവാ x - 2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ആ x - 2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് പുതിയ ആ പരപ്പളവ് 49 ആണെന്ന് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം എക്സ് ആയിരുന്നു, എല്ലാ വശവും 2 മീറ്റർ വെച്ച് കുറച്ചപ്പോൾ പുതിയ ചെറിയൊരു സമചതുരം കിട്ടി. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ വശം ഇൻറ്റു വശം x - 2 ഹോൾ സ്ക്വയർ. അത് 49 ആണെങ്കിൽ എക്സ് എത്രയാണ്? അതായത് ആദ്യമുള്ള വലിയ സമചതുരത്തിന്റെ ഒരു വശമായിട്ടുള്ള എക്സ് എത്രയാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ അല്ലേടാ. നോക്കി, x - 2 49 ആണെങ്കിൽ, x - 2ന്റെ സ്ക്വയർ 49 ആണെങ്കിൽ ഇത് √49 അല്ലേടാ വരിക. ഈ √49 എന്ന് പറഞ്ഞാൽ എന്താ? √49 നമ്മൾ എഴുതല്ലേ, √49 എന്താ? x - 2 √49 എന്ന് പറഞ്ഞാൽ +or-7. അപ്പൊ നമുക്ക് രണ്ടായിട്ട് എഴുതാം. ഒന്ന് x - 2 എന്നുള്ളത് 7 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ 7ന്റെ കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. അതുപോലെ ഇവിടെ നമ്മൾക്ക് x - 2 -7 ആ കിട്ടുക. അപ്പൊ x എന്ന് പറയുമ്പോൾ -7, ഈ -2 അങ്ങോട്ട് പോകുമ്പോൾ +2. അപ്പൊ x -7 +2 എന്ന് പറയുമ്പോൾ -5 അല്ലേടാ കിട്ടുക അല്ലേ. അപ്പൊ നമുക്കറിയാം ഈ ചതുരം, സമചതുരം, ഇതിന്റെയൊക്കെ വശങ്ങളുടെ നീളം കാണുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആൻസർ എടുക്കേണ്ട ആവശ്യമില്ല, പോസിറ്റീവ് ആൻസർ മാത്രം എടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? നമ്മളടുത്ത് ചോദിച്ച ആദ്യത്തെ സമചതുരത്തിന്റെ നീളം എത്രയെന്ന് വെച്ചാൽ x = 9 മീറ്റർ. നമുക്ക് പറയാം x എത്രയാണ്? 9 മീറ്റർ എന്ന് പറയാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കി. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. The length of a rectangle is 6 centimeter more than its breadth എന്നാ പറഞ്ഞത്. അതായത് ഒരു ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ 6 സെന്റിമീറ്റർ കൂടുതലാണ്. ഇറ്റ്സ് ഏരിയ ഈസ് 1216. അപ്പൊ അതിന്റെ ഏരിയ തന്നിട്ടുണ്ട്, അതിന്റെ പരപ്പളവ് തന്നാൽ അതിന്റെ നീളമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കിയേ, ഒരു ചതുരം, ഒരു റെക്ടാങ്കിൾ, ഒരു ചതുരം, അതിന്റെ നീളവും ഉണ്ട്, വീതിയുണ്ട്, ലെങ്ത്തും ഉണ്ട്, ബ്രെഡ്ത്തും ഉണ്ട്. ഇവിടെ നീളം വീതിയേക്കാൾ 6 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പൊ നമുക്ക് വീതിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നീളം എന്ന് പറയുന്നത് x + 6 ആയിട്ട് എടുക്കാം അല്ലെ. നീളം വീതിയേക്കാൾ 6 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പൊ വീതി നമുക്ക് എക്സ്, നീളം അതിനേക്കാൾ 6 സെന്റിമീറ്റർ കൂടുതൽ. അപ്പൊ എത്ര വരും? x + 6. ഇനി നമുക്ക് ഇതിന്റെ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവ് തന്നിട്ടുണ്ട് 1216 ആണ്. നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ നീളവും വീതിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പൊ നമുക്ക് നീളവും വീതിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ x × x + 6, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിന്റെ ഏരിയ അഥവാ പരപ്പളവ് കിട്ടും. അത് എത്രയാ മക്കളെ? 1216. ബ്രാക്കറ്റ് തുറക്കാൻ അറിയില്ലേടാ. നോക്കിയേ, x × x എന്താടാ? x സ്ക്വയർ പ്ലസ് x × 6 അതെന്താ? 6x, which is equal to 1216 അല്ലെ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. x × x, x സ്ക്വയർ, x × 6, 6x, 1216 എന്ന് കിട്ടും. ഇനി നോക്കിയേ മക്കളെ, ഇനി നിങ്ങളൊന്ന് പറഞ്ഞേടാ, ഇനി നമ്മളുടെ വർഗ്ഗത്തികവ് കംപ്ലീറ്റിംഗ് സ്ക്വയർ പറഞ്ഞേ. ഇവിടെ x സ്ക്വയർ പ്ലസ് 6x, ഒരു പ്ലസ് ഇടുക, ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഈക്വൽ ടു ഇവിടെ 1216 പ്ലസ്. ഇവിടെ ആരെയാണ് നമ്മൾ പ്ലസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ്? എക്സിന്റെ
ഗുണോത്തരം കോഎഫിഷ്യന്റ് ഇരട്ട സംഖ്യയാണ്, അതിന്റെ പകുതി 3, 6 ആണ് അവിടെ ഉള്ളത്, അതിന്റെ പകുതി 3. ഈ 3ന്റെ സ്ക്വയർ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യുക. ക്ലിയർ അല്ലേ? എന്നിട്ട് ഇവിടെ എക്സ് സ്ക്വയറിൽ നിന്നും എക്സിനെ താഴോട്ട് ചെയ്താൽ 3ന്റെ സ്ക്വയറിൽ നിന്നും 3നെ താഴോട്ട് ചെയ്താൽ എക്സ് സ്ക്വയർ കഴിഞ്ഞിട്ടുള്ള ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ചെയ്താൽ എന്നിട്ട് അതിന്റെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1216ന്റെ കൂടെ 3ന്റെ സ്ക്വയർ 9 ആഡ് ചെയ്താൽ 1225 എന്ന് കിട്ടും. ക്ലിയർ? അപ്പൊ നമുക്കിപ്പോ കിട്ടിയത് ഞാൻ അടുത്ത പേജിലോട്ട് ചെയ്താണ്. നോക്കിയ മക്കളെ, നമുക്കിപ്പോ കിട്ടിയത് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ എന്തായിരുന്നു? എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1225 എന്ന് കിട്ടും. 1225 കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 3 എന്ന് പറയുന്നത് ഇതിന്റെ റൂട്ട് അല്ലേടാ? ഇതിന്റെ റൂട്ട് എന്താടാ? 1225ന്റെ റൂട്ട് ഓർത്ത് വെക്കണേ മക്കളെ, 35 ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എക്സ് പ്ലസ് 3 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 35 എന്ന് എഴുതാം. ഇനി എന്താ ചെയ്യേണ്ടത്? ഒന്ന് എക്സ് പ്ലസ് 3 ഈക്വൽ ടു 35. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 35, ഈ 3 ഇങ്ങോട്ട് വന്നാൽ മൈനസ് ആവും. അപ്പൊ എക്സ് ഈക്വൽ ടു 32 എന്ന് കിട്ടും. രണ്ടാമത്തതോ എക്സ് പ്ലസ് 3 ഈക്വൽ ടു മൈനസ് 35 വരിക. അപ്പൊ എക്സ് ഈക്വൽ ടു മൈനസ് 35 മൈനസ് 3. എക്സ് ഈക്വൽ ടു രണ്ടാളും മൈനസ് ആണെങ്കിൽ മൈനസ് ഇട്ട് രണ്ട് നമ്പറും കൂടെ കൂട്ടുക. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്തരം ക്വസ്റ്റിനകത്ത് ചതുരം, സമചതുരം, നീളം, വീതി കാണുമ്പോൾ ഈ നെഗറ്റീവ് ആൻസർ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എക്സ് ഈക്വൽ ടു 32 എന്ന് കിട്ടും. നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചത്? നീളം എന്താന്നാ ചോദിച്ചത്. നോക്ക്, എക്സ് എന്ന് പറഞ്ഞാൽ വീതിയാണ്. എക്സ് എന്ന് പറഞ്ഞാൽ വീതിയാണ്, ചോദിച്ചത് നീളാണ്. നീളം എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെ 6 കൂട്ടണം. അപ്പൊ നമുക്ക് എക്സ് അഥവാ വീതി എന്ന് പറയുന്നത് 32 ആണ്. ലെങ്ത് എന്ന് പറയുന്നത് അതിന്റെ കൂടെ ഒരു 6ഉം കൂടെ കൂട്ടണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 38. മീറ്റർ ആണെങ്കിൽ മീറ്റർ, സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ. ക്വസ്റ്റ്യൻ സെന്റിമീറ്റർ ആണ്, അപ്പൊ ആൻസറും സെന്റിമീറ്റർ. മൈ ഡിയർ സ്റ്റുഡൻസ്, വെരി വെരി സിമ്പിൾ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ എക്സ് ആയിട്ട് എടുത്തത് വീതിയാണ്, ക്വസ്റ്റ്യൻ ചോദിച്ചത് നീളമായതുകൊണ്ടാണ് സാർ അങ്ങനെ ചെയ്തത് കേട്ടോ മക്കളെ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ റെക്ടാംഗിൾ ഈസ് ടു ബി മെയ്ഡ് വിത്ത് പെരിമീറ്റർ 6 മീറ്റർ ആൻഡ് ഏരിയ 189 സ്ക്വയർ മീറ്റർ. വാട്ട് ഷുഡ് ബി ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്? അപ്പൊ നോക്കിയേ, ഒരു റെക്ടാംഗിൾ നമുക്കറിയാം നീളം ഉണ്ടാവും, അതുപോലെ തന്നെ വീതി ഉണ്ടാവും. എന്നിട്ട് അതിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട്, പെരിമീറ്റർ തന്നിട്ടുണ്ട്, ഏരിയയും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നീളം പ്ലസ് വീതി ചെയ്താൽ നമുക്ക് ചുറ്റളവിന്റെ പകുതി 60ന്റെ പകുതി 30 കിട്ടും. ഇവിടെ ചുറ്റളവ് പെരിമീറ്റർ 60 ആണ്, ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 60 ആണ്. അപ്പൊ നീളം പ്ലസ് വീതി എങ്ങനെ എഴുതാം? ചുറ്റളവിന്റെ പകുതി. അപ്പൊ നോക്കിയേ, ഇപ്പൊ നീളം പ്ലസ് വീതി ചുറ്റളവിന്റെ പകുതിയാണെങ്കിൽ രണ്ട് സംഖ്യകളുടെ തുക 30 ആണെങ്കിൽ അതിൽ ഒരാളെ നമുക്ക് നീളത്തിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ വീതിനെ നമുക്ക് 30 മൈനസ് എക്സ് ആയിട്ട് എടുക്കാം. മറന്നു പോകരുത്. അപ്പൊ ഇവിടെ ചുറ്റളവ് തന്നതുകൊണ്ട് നീളം പ്ലസ് വീതി 30 ആണ്. അങ്ങനെയാണെങ്കിൽ നീളം എന്നുള്ളത് എക്സ് ആണെങ്കിൽ വീതി എന്ന് പറയുന്നത് രണ്ട് സംഖ്യകളുടെ തുക 30 ആണെങ്കിൽ ഒരാൾ എക്സ്, ഒരാൾ 30 മൈനസ് എക്സ്. അപ്പൊ നീളവും കിട്ടി, വീതിയും കിട്ടി. ഇനി അതിന്റെ ഏരിയ അഥവാ പരപ്പളവ് തന്നിട്ടുണ്ട്. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് പരപ്പളവ് 180. അപ്പൊ നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ നീളം ഇൻറ്റു വീതി. അപ്പൊ നീളം ഇൻറ്റു വീതി എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു 30 മൈനസ് എക്സ് എത്ര വരും? 189 വരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എക്സ് ഇൻറ്റു 30 എക്സ് മൈനസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ 189 വരും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം മക്കളെ, ഈ എക്സ് സ്ക്വയറിന്റെ ചിഹ്നം നമ്മൾ പോസിറ്റീവായിട്ട് വെക്കണം. അപ്പൊ ഇപ്പൊ ഇത് എന്താ ഉള്ളത്? നെഗറ്റീവ് ആണ്. ഇപ്പൊ ഇത് നെഗറ്റീവ് ആണ്, ഇതിനെ നമ്മൾ പോസിറ്റീവ് ആക്കണം. അതിനെന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷന് മൊത്തത്തിൽ നെഗറ്റീവ് കൊണ്ട് നമ്മൾ ഗുണിക്കുക അഥവാ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഒന്നുമില്ല, നിങ്ങൾ ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ സൈനൊക്കെ ഒന്ന് മാറ്റി എഴുതിയാൽ മതി. അതായത് മൊത്തത്തിൽ ഈ ഇക്വേഷനെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് ഈ എക്സ് സ്ക്വയറിന്റെ ചിഹ്നം പ്ലസ് ആക്കാൻ പറ്റും. അപ്പൊ ഒന്നുമില്ല, നിങ്ങൾ ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ ചിഹ്നമൊക്കെ മാറ്റി എഴുതിയാൽ മതി. 30x എടുത്തിട്ട് എന്താക്കുക? മൈനസ് 30x ആക്കുക. മൈനസ് എക്സ് സ്ക്വയർ മാറ്റിയിട്ട് എന്താക്കുക? പ്ലസ് എക്സ് സ്ക്വയർ ആക്കുക. പ്ലസ് മാറ്റിയിട്ട് എന്താക്കുക? മൈനസ്. അതായത് മൈനസ് ഉള്ളതെല്ലാം പ്ലസ് ആക്കുക, പ്ലസ് ഉള്ളതെല്ലാം മൈനസ് ആക്കുക. അതായത് ഒരു നെഗറ്റീവ് കൊണ്ട് നമ്മൾ മൊത്തത്തിൽ ഗുണിക്കുകയാണ്. അപ്പൊ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുക? ചിഹ്നം മാറ്റി എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ 30x ഉള്ളത് എന്താവും? മൈനസ് 30x ആവും. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആവും. ഇത് ഇങ്ങനെ വരും. ഇതൊന്ന് വൃത്തിയാക്കി എഴുതി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 30x ഈക്വൽ ടു മൈനസ് 189 എന്ന് വരും. അപ്പൊ നമുക്ക് കിട്ടിയത് ഇങ്ങോട്ട് എഴുതാം. എന്താ കിട്ടിയത്? എക്സ് സ്ക്വയർ
മൈനസ് 30x, എക്സ് സ്ക്വയർ മൈനസ് 30x ഈക്വൽ ടു മൈനസ് 189 എന്ന് കിട്ടും. മൈനസ് 189 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. ഇനി നമ്മളെ വർഗത്തികവ് എക്സ് സ്ക്വയർ മൈനസ് 30x പ്ലസ് മൈനസ് 189 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 30x, 30ന്റെ പകുതിയുടെ സ്ക്വയർ 15ന്റെ സ്ക്വയർ, രണ്ട് ഭാഗത്തും 15ന്റെ സ്ക്വയർ നമ്മൾ എഴുതി കൊടുക്കുന്നു. എക്സ് സ്ക്വയറിൽ നിന്നും എക്സ് എഴുതുന്നു, 15ന്റെ സ്ക്വയറിൽ നിന്നും 15 എഴുതുന്നു. ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇടുന്നു. അതിന്റെ ഹോൾ സ്ക്വയർ മൈനസ് 189ന്റെ കൂടെ 15ന്റെ സ്ക്വയർ 225 കൂട്ടുന്നു. ക്ലിയർ. അപ്പോൾ എക്സ് മൈനസ് 15ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂട്ടിയാൽ മൈനസ് 180 പ്ലസ് 225 എന്ന് പറഞ്ഞാൽ വലിയ നമ്പറിന് ചെറുത് കുറച്ചിട്ട് വലിയ നമ്പറിനെ ചിഹ്നിട്ടാൽ 36 എന്ന് കിട്ടും. എന്ത് കിട്ടും? 36. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് 15ന്റെ സ്ക്വയർ ആണ് 36. അപ്പോൾ എക്സ് മൈനസ് 5, 36 കളയാൻ റൂട്ട് 36 എടുത്താൽ പ്ലസ് ഓർ മൈനസ് 6 എന്ന് കിട്ടും. അവിടുന്ന് എക്സ് മൈനസ് 15 എന്ന് പറയുന്നത് 6, അതുപോലെ എക്സ് മൈനസ് 15 മൈനസ് 6 എന്ന് കിട്ടും. ഇവിടുന്ന് എക്സ് ഈക്വൽ ടു 6 പ്ലസ് 15 അഥവാ എക്സ് ഈക്വൽ ടു 21 എന്ന് കിട്ടും. ഇവിടെ എക്സ് ഈക്വൽ ടു മൈനസ് 6 പ്ലസ് 15 അഥവാ എക്സ് ഈക്വൽ ടു എന്താ മൈനസ് 6 പ്ലസ് 15 9 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇതിന്റെ നീളം വീതിയും ഒന്ന് എക്സ് ഈക്വൽ ടു 21 എന്ന് കിട്ടും, ഒന്ന് എക്സ് ഈക്വൽ ടു 9 എന്ന് കിട്ടും നീളവും വീതിയായിട്ട്. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ നമ്മൾ ചെയ്തത് ദ്വിമാന സമവാക്യങ്ങൾ അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസും ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റും ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക.